ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ രൂപിയും കുടുംബവും ഇവിടെ ഞങ്ങളോടൊപ്പം വചന കേൾവിക്കായിട്ട് ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദ റിഡംഷൻ പ്ലാൻ ഓഫ് ഗോഡ് ത്രൂ ബൈബിൾ ഹിസ്റ്ററി എന്നുള്ള വിഷയമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എങ്ങനെയാണ്, തിരുവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. അതിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ വിഷയങ്ങൾ നാം പഠിച്ചു, ചിന്തിക്കുവാനായിട്ടിടയായി. ആ റിഡംഷൻ പ്ലാനിന്റെ ബേസിക് പ്ലാൻ ആരംഭിക്കുന്നത്, ബേസിക് സ്റ്റെപ്പ് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് എന്ന് നാം ചിന്തിപ്പാനിടയായി. അതിനായിട്ട് ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കുവാൻ പ്ലാൻ ചെയ്തു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ ആ വലിയ പ്ലാൻ അനുസരിച്ച് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രം രൂപീകൃതമാകുവാനായിട്ടിടയായി. ആ രാഷ്ട്രം രൂപീകൃതമാകുന്നത് അവരുടെ ശത്രുക്കളുടെ ഇടയിൽ വെച്ചായിരുന്നു എന്നുള്ള കാര്യം നാം കഴിഞ്ഞ ദിവസങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ചിന്തിപ്പാനിടയായി. ദൈവത്തിന്റെ സമയം പല രീതിയിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ കനാൻ ദേശത്ത് പാപം അവരുടെ മൂർധന്യാവസ്ഥയിൽ എത്തി. ഒന്നാമത്. രണ്ടാമത്, ഫറവോന്റെ മേൽ ശിക്ഷ അയക്കത്തക്ക രീതിയിൽ ഫറവോന്റെയും രാജ്യത്തിന് വിസ്തൃതി വരുവാനായിട്ടിടയായി. ആ വിസ്തൃതിയുള്ളതായ രാജ്യത്ത് ഞെരുക്കത്തിലും കഷ്ടത്തിലും അടിമത്തത്തിലുമായിരുന്നതായ ദൈവത്തിന്റെ ജനത്തിന് വലിയ ഒരു വിശാലത, അവര് ആഗ്രഹിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിശാലത വരുന്നതുവരെ ദൈവം അവർക്ക് വേണ്ടി പരിപാലനത്തിന്റെ കരമയച്ച് അവരെ ശത്രുക്കളുടെ ഇടയിൽ അവരെ പരിപാലിച്ചതായ വിധങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. സമയമായപ്പോൾ എന്ത് ചെയ്തു? ആ ബലമുള്ളതായ കരങ്ങളുടെ ഇടയിൽ നിന്ന്, മിസ്രൈമ്യ സാമ്രാജ്യത്തിന്റെ മധ്യത്തിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിന് യഹോവയായ ദൈവം തന്റെ വീര്യമുള്ള വലങ്കരം അവർക്ക് വേണ്ടി നീട്ടുവാനായിട്ടിടയായി. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം നീട്ടിയതായ ആ കരം ഇസ്രായേലിയരുടെ മേൽ വലിയ ന്യായവിധിക്കും അല്ലെങ്കിൽ ഒരു വലിയ ജഡ്ജ്മെന്റിനും കഷ്ടതയ്ക്കും ഇടയായി തീർന്നപ്പോ ആ വന്നതായ ദൈവത്തിന്റെ നീട്ടപ്പെട്ടതായ കരം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹപൂർണമായി തീരുവാനായിട്ടിടയായി. 9 ബാധകളുടെ വിഷയങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ, ദൈവം അയച്ചതായ ഒന്നാമത്തെ ബാധ, വെള്ളം രക്തമാക്കി തീർക്കത്തക്ക വിധത്തിൽ അഹരോന്റെ കയ്യുന്നതായ വടികൊണ്ട് നൈൽ നദിയെ അടിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ബാധ, തവള പെരുകുവാനായിട്ടിടയായി. മൂന്നാമത്തെ ബാധയായി പേൻ ദേശത്ത് പെരുകുവാനിടയായി. നാലാമത്തെ ബാധയായി നായീച്ച പെരുകുവാനിടയായി. അഞ്ചാമത്തെ ബാധ നമ്മൾ പഠിച്ചു, മൃഗസംഹാരം. ആറാമത്തെ സംഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശരീരത്തിൽ വല്ലാത്ത വ്രണം പൊങ്ങുവാനായിട്ടിടയായി. മൃഗസമ്പത്തിൽ ഒരു ഭൂരിഭാഗം നശിപ്പാനായിട്ടിടയായിട്ട് തീരുന്നു. ഏഴാമതായിട്ട് കൽമഴ അവരുടെ മേൽ പെയ്യിപ്പാനായിട്ടിടയായി. എട്ടാമത്തെ ബാധയായി വെട്ടുക്കിളിയും. 9ാമത്തെ ബാധയായി കൂരിരുട്ടും ഇസ്രായേലിനെ ബാധിച്ചതായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ഈ ബാധകളെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ
ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി ഒരു 7 ദിവസം കൊണ്ട് മിസ്രൈമിൽ പെയ്തിറങ്ങിയ ബാധയായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ഏതാണ്ട് നമ്മുടെ കണക്കനുസരിച്ച് ജൂൺ മാസത്തിൽ മോശ നിയോഗം പ്രാപിച്ച മിസ്രൈമിലെത്തി നീണ്ട 10ഓളം മാസങ്ങൾ ഈ 9 ബാധകളാൽ ദേശത്തെ യഹോവയായ ദൈവം ബാധിച്ചു കഴിഞ്ഞപ്പോ ലോകത്തിലെ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തി നിന്നതായ ആ മിസ്രൈമി സാമ്രാജ്യം, അല്ലെങ്കിൽ ലോകത്തിലെ 1ാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്നതായ മിസ്രൈമിയ സാമ്രാജ്യം തകർന്നടിയുവാനായിട്ടിടയായി. അവര് സാമ്പത്തികമായി തകർന്നു, സൈനികമായി തകർന്നു, ഭൗതികമായി തകർന്നു, ജനസംഖ്യാപരമായി തകർന്നു, ദേശപരമായി അല്ലെങ്കിൽ ജിയോളജിക്കൽ ബേസിസിൽ അവർ തകർന്ന് തരിപ്പണമാകുവാനായിട്ടിടയായി. അത്രയും ബാധകൾക്ക് ശേഷം ഏതാനും ചില രഥങ്ങളും ചില കുതിരകളും കാലാൾ പടയും മാത്രം ഇസ്രായേലിന് ശേഷിപ്പാനിടയായിട്ടും ഫറവോന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടായില്ല. ഫറവോന്റെ ഹൃദയം അധികമായി കഠിനപ്പെടുവാനായിട്ടിടയായിട്ട് തീരുകയാണ്. 10ാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ചിന്തയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവരും ഒന്ന് കടന്നു വന്നാട്ടെ. 10ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ 10ാം അധ്യായത്തിൽ ഫറവോൻ ലഭിക്കുന്നതായ അറിയിപ്പാണ്. 8ാമത്തെ ബാധയായ വെട്ടുക്കിളിയെ കുറിച്ച് ഫറവോൻ അറിയിപ്പ് ലഭിച്ചു. അറിയിപ്പ് ലഭിച്ചതിന്റെ പരിണത ഫലമായിട്ട് ദാസന്മാരിൽ ഒരു ഭാഗം അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ മൃഗസമ്പത്ത് രക്ഷിപ്പാനിടയായി തീർന്നതായ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ടിടയായി. എന്നാൽ ഫറവോനെ പോലെ വിശ്വസിക്കുകയും ഹൃദയം കഠിനപ്പെടുകയും ചെയ്തതായ ജനം എന്താ ചെയ്തത്? അവരുടെ മൃഗസമ്പത്ത് സാധാരണ ചെയ്യുന്നത് പോലെ അവർ കൃഷിക്കായും പുറം സ്ഥലങ്ങളിൽ അഴിച്ചുവിടുവാൻ ഇവിടെയായി തീർന്നത് കൊണ്ട് ആകാശത്ത് നിന്ന് പെയ്തതായ ആ കൽമഴയാൽ ആ മൃഗസമ്പത്ത് ഒരു ഭൂരിഭാഗം നശിച്ചു പോകുവാൻ ഇടയായിട്ട് തീർന്ന കാര്യമാണ് നാം ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. അപ്പോ അത് കഴിഞ്ഞപ്പോ 8ാമത്തെ ബാധയായ വെട്ടുക്കിളി വന്നു കഴിഞ്ഞപ്പോ ഫറവോന്റെ ജനത്തിനൊരു മാനസാന്തരം വരുവാനായിട്ടിടയായി. ഭൃത്യന്മാർക്ക് 3 തരത്തിലുള്ളതായ ജ്ഞാനബോധം ഉണ്ടായതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടപ്പോ ഭൃത്യന്മാരിൽ ഒരു ഭാഗത്തിന് ജ്ഞാനം ഉദിക്കുകയാണ്. ദൈവം ഫറവോനെ നശിപ്പിക്കേണ്ടതിന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ഫറവോൻ തന്റെ യഹോവയായ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിച്ചതിനാലും അവരുടെ നന്മകളെ കവർന്നതിനാലും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ മറുതലിച്ചതിനാലും ഫറവോനെ നശിപ്പിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൃത്യന്മാർക്കുണ്ടായതായ ആ ജ്ഞാനബോധം ഫറവോനുണ്ടായില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മൾ നോക്കിയാലും ദൈവത്തിന്റെ വചനം ആഴമായി വിവിധ മാധ്യമങ്ങളിൽ കൂടെ ലോകം മൊത്തം പ്രചരിക്കുമ്പോൾ അത് കേട്ടതായി പോലും നടിക്കാതെ വിശ്വസിപ്പാൻ കഴിയാതെ വണ്ണം ഒരു ഭാഗം ജനം അതിനെതിരായി നീങ്ങുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ നമ്മോട് ദൈവം കാണിച്ചതായ കരുണയാണ് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാനും ആ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കുവാനും ഇടയായിട്ട് തീർന്നത് ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ്. അതുകൊണ്ട് ആ കരുണ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവവചനത്തിന് മുമ്പാകെ എപ്പോഴും സമർപ്പണമുള്ളവരായിരിക്കണം. ദൈവവചനം അതുപോലെ അനുസരിപ്പാനും അതുപോലെ കൈക്കൊള്ളുവാനും നാം തയ്യാറുള്ളവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്താണ് ഫറവോന് ഫറവോന്റെ
ആ വേലക്കാർക്ക് ഭൃത്യന്മാർക്ക് ലഭിച്ചതായ ജ്ഞാനബോധം പത്താം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കണിയായിരിക്കും? ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിനെ വിട്ടയക്കണം. മിസ്രയീം നശിച്ചു പോകുന്നു എന്ന് നീ ഇപ്പോഴും അറിയുന്നില്ലയോ എന്ന് ഫറവോനോട് പറഞ്ഞു. 3 വിധത്തിലുള്ളതായ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒന്ന്, ഭൃത്യന്മാർക്ക് മനസ്സിലായത് യഹോവയുടെ ദാസനായ മോശ എന്തായി മാറിയിരിക്കുകയാണ്? മിസ്രയീമ്യർക്ക് ഒരു കണിയായി മാറിയിരിക്കുകയാണ്. രണ്ടാമത് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ യജമാനനായ ഫറവോൻ കാണിക്കുന്നത് മുഴുവൻ ഭോഷത്വമാണ്. മൂന്നാമത് അവർക്ക് മനസ്സിലായത് സ്വന്തം രാജ്യത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രാജാവിനാൽ ആ രാജ്യം കഷ്ടപ്പെടുന്നതുമായ കാര്യം ഭൃത്യന്മാർക്ക് ഒരു തിരിച്ചറിവ് വരുവാനായിട്ടിടയായി. അവർക്ക് ആ തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോ അവര് ഫറവോനെ ഉപദേശിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ ഫറവോന്റെ ഹൃദയം അവരുടെ വാക്കിനും കീഴ്പ്പെട്ടില്ല. മനുഷ്യനെയും ദൈവത്തെയും ഇല്ലാത്തവനെന്ന് ന്യായാധിപനെ കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതായ ഉപമ ഓർക്കുമല്ലോ. അപ്പോ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവവചനം, ദൈവത്തിന്റെ ആലോചന കൈക്കൊള്ളണമെങ്കിൽ ദൈവത്തിന്റെ ജ്ഞാനം നമ്മിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തുടർമാനമായി പറയുന്ന കാര്യം, നമ്മൾ എല്ലാ വിഷയവും പ്രാർത്ഥിക്കാറുണ്ട്. അത്യാവശ്യമായി നമുക്ക് വേണ്ടിയതായ ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ അത് വേണ്ടിയതാണെന്ന് പലപ്പോഴും ഓർക്കാറ് പോലുമില്ല. ഈ ലോകത്തിലുള്ളതായ പല കാര്യങ്ങളും നാം പ്രാർത്ഥിച്ച് അപേക്ഷിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, കരയാറുണ്ട്, ലഭിക്കുന്നത് വരെ ഒരുപക്ഷെ നിർബന്ധം പിടിക്കാറുണ്ട്. പക്ഷേ നിത്യത വരെ ആവശ്യമുള്ളതായ ഒരു കാര്യമാണ് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതായ ജ്ഞാനം അഥവാ divine wisdom. We have to pray for divine wisdom without any deliberately. We have to pray for the wisdom from heaven, അല്ലെങ്കിൽ divine wisdom. ആ divine wisdom ഉണ്ട് എങ്കിൽ നമുക്ക് നേരിടുന്നതായ പല കാര്യങ്ങളും ഓവർകം ചെയ്യുവാനായിട്ട് കഴിയും. 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കാനായിട്ട് പെർമിഷൻ കൊടുത്തു. പക്ഷേ ഫറവോൻ എന്താ പറഞ്ഞത്? എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ പറയുകയാണ്, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവമാകൊണ്ട് ഞങ്ങൾ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുവാനായിട്ടിടയായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചിന്തിച്ചതാണ്, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫറവോന് വളരെ കോപം ജ്വലിക്കുവാനായിട്ടിടയായി. ഫറവോൻ അതിന് സമ്മതിച്ചില്ല. ഫറവോൻ അതിനെ എതിർക്കുവാനായിട്ടിടയായി. ഏതായാലും 8-ാമത്തെ ബാധയായ വെട്ടുക്കിളിയും ദേശത്തിന്മേൽ വരത്തക്കതായ വിധത്തിൽ ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. ആ ഫറവോന്റെ ഹൃദയത്തിന്റെ കഠിനത നിമിത്തം ദൈവം എന്താ ചെയ്തത്? ഒരു കിഴക്കൻ കാറ്റടിപ്പിക്കുവാനായിട്ടിടയായി. അതിന്റെ 12 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും. യഹോവയായ ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. ദൈവവചനത്തിൽ ദൈവം ഉപയോഗിക്കുന്നതായ പ്രപഞ്ച ശക്തികളെ നമുക്ക് വിവിധ അളവുകളിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സൈന്യം, അല്ലെങ്കിൽ നമുക്കറിയാം തിരുവചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ യഹോവയുടെ സൈന്യം അനവധിയാണ്, രഥങ്ങൾ അനവധിയാണ്, സൈന്യങ്ങൾ എണ്ണിക്കൂടാതെ വണ്ണം അനവധിയാണ്. ദൂതന്മാരുടെ എണ്ണം മാത്രമല്ല, പ്രപഞ്ച ശക്തികളെയും ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന
ആയുധങ്ങളാക്കി, പ്രവർത്തന മണ്ഡലങ്ങളാക്കി മാറ്റുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവം ചെയ്തത് ഒരു കിഴക്കൻ കാറ്റിനെ കൊണ്ടുവരികയാണ്. കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകത മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ. അബ്രഹാമിന്റെ കാലം മുതൽ നമുക്ക് ഈ കിഴക്കൻ പ്രദേശങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഈ കിഴക്കിന്റെ പ്രദേശങ്ങൾ പലപ്പോഴും ദോഷങ്ങൾ ഉളവാക്കുന്നവയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കിഴക്കൻ കാറ്റിനെ തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കണ്ടിട്ടുണ്ടല്ലോ. എപ്പോഴാണ് യോസഫിന്റെ കാലത്ത് ഫറവോൻ കണ്ടതായ സ്വപ്നത്തിൽ നല്ല കൊഴുത്തതും മണി നിറഞ്ഞതുമായ കതിരുകൾ പൊങ്ങി വന്നതായ സ്വപ്നം നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ അതിനുശേഷം പൊങ്ങി വന്നതായ 7 കതിരുകളെ കുറിച്ച് വായിക്കുമ്പോ ആ 7 കതിരുകൾ എന്തായിരുന്നു? ആ 7 കതിരുകൾ കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞതും ഉണങ്ങിയതുമായ പതിരുകൾ നിറഞ്ഞതുമായ കതിരുകളാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ തുടർമാനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കിഴക്കൻ കാറ്റിനെ കുറിച്ച് പലയിടത്തും അത് ഉണക്കുന്ന കാറ്റാണ്, അത് വരൾച്ച ഉളവാക്കുന്നതാണ്, അത് നശീകരണം വരുത്തുന്നതായ കാറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിഴക്കൻ കാറ്റിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഇവിടെ ദൈവം തന്റെ ആയുധമായി ഈ കിഴക്കൻ കാറ്റിനെ വിളിച്ചു വരുത്തി. ആ കിഴക്കൻ കാറ്റ് അടിച്ചു കഴിഞ്ഞപ്പോ കിഴക്കൻ കാറ്റ് എന്തുകൊണ്ടുവന്നു? ദേശത്തിന്മേൽ നിറയേണ്ടതിന് വെട്ടുക്കിളി കൊണ്ടുവരുവാനായിട്ടിടയായി. ഈ വെട്ടുക്കിളി കൊണ്ട് ദേശം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോ ഫറവോൻ ഒരു മാനസാന്തരം ഉണ്ടായി. ഫറവോൻ യഹോവയായ ദൈവത്തിന്റെ ദാസന്മാരായ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വെട്ടുക്കിളി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മോശ ഫറവോൻ പറഞ്ഞതുപോലെ ആ വെട്ടുക്കിളി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം എന്ത് ചെയ്തു? ഒരു പടിഞ്ഞാറൻ കാറ്റ് കൊണ്ടുവന്ന് കിഴക്കൻ കാറ്റ് കൊണ്ടുവന്നതായ വെട്ടുക്കിളിയെ മുഴുവനും അത് തിരിച്ചു കൊണ്ടുപോകുവാനായിട്ടിടയായി. അപ്പോ കിഴക്കൻ കാറ്റിനെ കുറിച്ച് നമ്മൾ അനേക ഇടങ്ങളിൽ വായിക്കുന്നെങ്കിലും വേദപുസ്തകത്തിൽ കിഴക്കൻ കാറ്റുണ്ട്, പടിഞ്ഞാറൻ കാറ്റുണ്ട്, തെക്കൻ കാറ്റുണ്ട്, വടതിക്കാറ്റുണ്ട്, പെരുങ്കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, മന്ദമായി അടിക്കുന്ന കാറ്റുണ്ട്, ഈശാനമൂലനുണ്ട്. കാറ്റുകളുടെ ഒരു വലിയ പരമ്പര നമുക്ക് വേദപുസ്തകം മുഴുവൻ കാണാൻ കഴിയും. ഈ കാറ്റുകളുടെ പിന്നിലെല്ലാം ഓരോ ദൈവപ്രവൃത്തിയുമുണ്ട്. അത് ദൈവജനത്തിന് അനുഗ്രഹകരമായി തീരുന്നതായ ഘട്ടങ്ങളുണ്ട്. ആ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ന്യായവിധിയുടെ അനുഭവങ്ങളായി മാറുന്ന ഘട്ടങ്ങളുമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കിഴക്കൻ കാറ്റിനാൽ വെട്ടുക്കിളി വന്ന് ദേശത്തെ ഭയാനകമായി നശിപ്പിക്കുവാനിടയായിട്ട് തീർന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന് ആ വെട്ടുക്കിളിയെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഒരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ച് അതിനെ മടക്കി കൊണ്ടുപോകുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കിഴക്കൻ കാറ്റടിപ്പിക്കുന്നതായ ദൈവത്തിന് പടിഞ്ഞാറൻ കാറ്റടിപ്പിക്കുവാനും കഴിയും. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോ ആ ക്ലേശങ്ങളിൽ ദൈവജനം ഒരിക്കലും എന്ത് ചെയ്യില്ല? നശിച്ചു പോകുകയില്ല. ഏത് മുഖാന്തരത്താലാണോ ക്ലേശം കടന്നു വന്നത് അതിന് വിപരീതമായ ഒരു പ്രവൃത്തി ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് വിപരീതമായി വരുന്നതായ ദൈവത്തിന്റെ കരം നമ്മുടെ ക്ലേശങ്ങളെ മാറ്റി ജീവിതത്തിന്റെ സുഖപ്രദമായ അനുഭവങ്ങളിലേക്ക് നമ്മെ നടത്തുവാനായിട്ടിടയായിട്ട് തീരും എന്ന് നാം മനസ്സിലാക്കണം. ചുരുങ്ങിയ സമയത്തേക്ക്, ചുരുങ്ങിയ മണിക്കൂറുകളിലേക്ക്, ചുരുങ്ങിയ മാസങ്ങളിലേക്കോ ആഴ്ചകളിലേക്കോ ഒരുപക്ഷെ നമുക്ക് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയുമായ കിഴക്കൻ കാറ്റ് അടിച്ചു എന്ന് വരാം. ദൈവം അനുവദിച്ചിട്ടാണ് അത് അടിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു മോശയും അഹരോനും ഇടിവിൽ നിൽക്കുന്നിടത്തോളം ആ കിഴക്കൻ കാറ്റിനെതിരായി ദൈവത്തിന് പടിഞ്ഞാറൻ കാറ്റടിപ്പിക്കുവാനായിട്ട് കഴിയും. എന്റെ ജീവിതത്തിൽ കർത്താവേ, എന്റെ നന്മകളെ ഉണക്കിക്കളയുന്ന, എന്റെ അനുഭവങ്ങളെ വരട്ടിക്കളയുന്ന, എന്റെ ജീവിതത്തിൽ ക്ലേശകരമാക്കുന്നതായ കിഴക്കൻ കാറ്റിനെ ബദലായിട്ട് അവിടുന്ന് പടിഞ്ഞാറൻ കാറ്റടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവമായ കർത്താവ് അത് ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു.
നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഫറവോൻ ആരോട് പറഞ്ഞു? മോശയോടും അഹരോനോടും പറഞ്ഞു. പാപത്തെ ഓർത്ത അല്ലെങ്കിൽ പാപം തിരിച്ചറിഞ്ഞതായ ഒരു ഫറവോനെ നമുക്ക് കാണുവാൻ കഴിയും. തെറ്റ് പറ്റി എന്ന് മനസ്സിലായി. ആ തെറ്റ് അവൻ ഏറ്റുപറയുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, തെറ്റേറ്റു പറഞ്ഞത് കൊണ്ട് എന്താകത്തില്ല? രക്ഷയ്ക്ക് കാരണമായി മാറത്തില്ല. തെറ്റ് ഏറ്റുപറയുകയും രക്ഷപ്പെടാതിരിക്കുകയും ചെയ്ത ചിലരെ നമുക്ക് ദൈവത്തിന്റെ ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും അല്ലോ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഞാൻ അവരുടെ പേരെന്ന് പറഞ്ഞു പോകാം. ബിലയ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് രക്ഷപ്പെടാത്തൊരു വ്യക്തിയാണ്. 2, ആഖാൻ തെറ്റേറ്റു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റു പറഞ്ഞു, പക്ഷേ അവൻ നശിച്ചു പോകുവാനിടയായി. ശൗല് ഒന്നിലധികം പ്രാവശ്യം ദാവീദിന്റെ മുമ്പാകെ ഏറ്റു പറഞ്ഞ കാര്യമാണ്, ഞാൻ നിന്നോട് പാപം ചെയ്തു, ഞാൻ യഹോവയോട് പാപം ചെയ്തു. പക്ഷേ ശൗലും രക്ഷപ്പെട്ടില്ല, ശൗലും നശിച്ചു പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ശിമയിയുടെ അടുക്കലേക്ക് വരുമ്പോ, ദാവീദിനെ ശപിച്ചതായ ശിമയിയും ഞാൻ പാപം ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് സമ്മതിപ്പാനിടയായി. പക്ഷേ ദാവീദിന്റെ മകനായ ശലോമോന്റെ വാളിനാൽ ശിമയിയും കൊല്ലപ്പെടുവാനായിട്ടിടയായി. യൂദായ്ക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ കേസുകളെല്ലാം പറയുന്നത് ശരിയായിട്ടുള്ളതായ ഒരു അനുതാപമാണെങ്കിൽ പോലും ഈ പറഞ്ഞവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് അനുദപിച്ചത്. പക്ഷേ ആ അനുതാപത്തിന് ശേഷം വരേണ്ടതായ അവരുടെ ജീവിതത്തിലെ ആ പ്രതിഫലം, റിഫ്ലക്ഷൻ, അത് അവരുടെ ജീവിതത്തിൽ റിഫ്ലക്ഷൻ ഉണ്ടായില്ല. എന്താണ് വേണ്ടതായ റിഫ്ലക്ഷൻ? ഏത് പാപത്തെ കുറിച്ചാണോ ബോധം വരുന്നത്, ഏതാണോ പാപമെന്നുള്ളതായ കാര്യം തിരിച്ചറിയുന്നത്, ആ വിഷയത്തെ വിട്ടുകളയണം, എന്നേക്കുമായി ഉപേക്ഷിച്ച് കളയണം. ഈ നശിച്ചു പോയതായ പാപമേറ്റു പറഞ്ഞ് നശിച്ചു പോയതായ വ്യക്തികളെ എല്ലാം ചിന്തിച്ച് അവര് പാപം ചെയ്തു സമ്മതിച്ചു. പക്ഷേ അവർ തിരിയേണ്ടവനിലേക്ക് തിരിഞ്ഞില്ല, പാപം വിട്ടുതിരിഞ്ഞില്ല, ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ തിരിഞ്ഞു വന്നില്ല. അവർ ശരിയായിട്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നില്ല എന്നതാണ് അവരുടെ ജീവിതത്തിൽ വന്നുപോയതായ ഏറ്റവും ദാരുണമായ അനുഭവം എന്ന് പറയുന്നത്. 24-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോ നമുക്ക് ആ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങി നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോ അത് വീണ്ടും 9-ാമത്തെ ബാധയായ കൂരിരുട്ട് അവരുടെ മേൽ വന്നപ്പോഴാണ്. 3 ദിവസം 9-ാമത്തെ ബാധയായ കൂരിരുട്ട് 3 ദിവസം അവരെ ബാധിപ്പാനിടയായി. എനിക്കിന്നും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ആ കൂരിരുട്ട് വന്നു കഴിഞ്ഞപ്പോ ഒരുത്തനും അവൻ ഇരുന്നതായ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഒരു പ്രവൃത്തിയും ചെയ്യാതെ വണ്ണം ഇരുട്ടവരെ അമർത്തിക്കളഞ്ഞു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരുത്തനും താൻ ഇരുന്നതായ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം ആ ഇരുട്ട് ഒരു വലിയ ഘനമായി, ഒരു ഭാരമായി അവരുടെ മേൽ വന്നതായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുട്ടിന് ഭാരമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്രകാരമുള്ളതായ ഇരുട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതുവരെ അനുഭവിക്കാത്തതായ ആ തിക്ക് ഡാർക്ക്നെസ്, ആ ഹെവി ഡാർക്ക്നെസ് ദൈവം അവരുടെ മേൽ അയച്ചു. 3 ദിവസം അനങ്ങാൻ പറ്റാതിരുന്നു കഴിഞ്ഞപ്പോ ഫറവോന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഫറവോൻ എന്ത് ചെയ്തു? പെട്ടെന്ന് മോശയ്ക്കും അഹരോനും ആളയച്ചു. പ്രൈസ് ദി ലോർഡ്. മോശയോടും അഹരോനോടും കൂടെ ജനത്തെ വിട്ടയക്കുവാനുള്ളതായ ആ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. എന്താണ് ഫറവോൻ പറഞ്ഞ കാര്യം? ഫറവോൻ പറഞ്ഞു, നിങ്ങൾ പോയി യഹോവയെ ആരാധിക്കണം, കുഴപ്പമില്ല, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. ഫറവോൻ ഒരു പിടി ആ ഇസ്രായേൽ ജനത്തിന്റെ മേൽ മുറുക്കുകയാണ്. ഒരു പിടി
ഒരു കെട്ട് അവരുടെ മേലിട്ടിട്ട് ബാക്കി അവരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനുള്ളതായ ഒരു മനസ്സ് കാണിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും കൊണ്ടേ ഞങ്ങൾ പോകുകയുള്ളൂ. ഞങ്ങൾക്കുള്ളതായ സകലതുമായി ഞങ്ങൾ പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കാര്യം ഞങ്ങൾ ഇവിടെ ശേഷിപ്പിച്ചു പോയാൽ ജനം കുറെ കഴിയുമ്പം അവരുടെ അവകാശവും പറഞ്ഞുകൊണ്ട് അവർ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. മടങ്ങി വരാതിരിക്കേണ്ടതിന് പോകുമ്പോ അവർക്ക് അവകാശപ്പെട്ടതെല്ലാം മിസ്രയീം ദേശത്തു നിന്ന് എടുത്തുകൊണ്ട് പോയേ മതിയാകുകയുള്ളൂ എന്ന ആ കണ്ടീഷൻ മോശ പറയുവാനായിട്ടിടയായി. ഏതായാലും ഫറവോൻ അത് അംഗീകരിച്ചില്ല. ഫറവോൻ എന്ത് ചെയ്തു? ഫറവോൻ അവരെ ആട്ടിക്കളയുവാനായിട്ടിടയായി. ഫറവോൻ അവരുടെ ആവശ്യം തിരസ്കരിച്ചു. ആ ആവശ്യം തിരസ്കരിച്ച് അവരുടെ അടുക്കൽ നിന്ന് പറഞ്ഞയച്ചു. 9ാമത്തെ ബാധ കഴിഞ്ഞപ്പോ മോശ പറഞ്ഞു, ഇനി മേലിൽ ഞാൻ നിങ്ങളുടെ മുഖം കാണരുത്. കാണുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഫറവോൻ മോശയോടും അഹരോനോടും പറയുവാനിടയായി. മോശയും അഹരോനും അതുപോലെ അത് സ്വീകരിച്ചു. നീ പറഞ്ഞത് ശരി, ഇനിയും നീ ഞങ്ങളുടെ മുഖം കാണുകയില്ല എന്ന് മോശയും അത് അക്സെപ്റ്റ് ചെയ്തു. അവര് തമ്മിൽ കാണാതെ വണ്ണമുള്ളതായി ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ 9ാമത്തെ ബാധയോടുകൂടെ അവരെടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. 11ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കുവാനായിട്ടുണ്ട്. വേഗത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 11ാമത്തെ അധ്യായത്തിലാണ് ഇനി വരുവാനിരിക്കുന്നതായ ആ 10ാമത്തെ ബാധയെ കുറിച്ചുള്ളതായ അറിയിപ്പുണ്ടാകുന്നത്. 11ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം. അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രയീമിന്മേലും വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. മോശ പറഞ്ഞതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടെ പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നാവ് പോലും ഒരു നായ് പോലും നാവ് അനക്കുകയില്ല എന്ന് യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 6ാമത്തെ വാക്യത്തിൽ 11ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയും ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. ഏതാണ്ട് 80 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു നിലവിളി മിസ്രയീമിൽ ഉണ്ടായതാണ്. മിസ്രയീമിൽ മൊത്തമല്ല, ഗോശൻ ദേശത്തുണ്ടായതാണ്. ഓർമ്മയുണ്ടായിരിക്കും. 80 വർഷങ്ങൾക്ക് മുമ്പ് മോശ ജനിക്കുന്ന സമയമാണ് എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചത്. വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുന്നതായ ഇസ്രായേലിയ കുടുംബങ്ങളിൽ വർഷം തോറും ജനനം നടന്നുകൊണ്ടിരിക്കുന്നതായ ഇസ്രായേലിയ കുടുംബങ്ങളിൽ ജനിച്ചതായ ആൺകുഞ്ഞുങ്ങളെ എല്ലാം ജനിക്കുമ്പോൾ തന്നെ
നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലുമ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്ന ആർത്തനാദം, ആ ദുഃഖത്തിന്റെ നിലവിളി എത്രയധികമായിരിക്കും. ഗോശൻ ദേശത്ത് മാത്രം ഉള്ള ജനങ്ങൾ, നമുക്കറിയാം ഇസ്രായേൽ ജനം പാർത്തിരുന്നത് ഗോശൻ ദേശത്താണ്. ഗോശൻ ദേശം വിട്ട് മറ്റിടങ്ങളിലേക്ക് ഇസ്രായേൽ മക്കൾ പോയിട്ടില്ല. അപ്പോ ആ ഗോശൻ ദേശത്തുള്ളതായ ഇസ്രായേൽ കുടുംബങ്ങളിൽ നിന്നെല്ലാം വലിയ ദുഃഖത്തോടുകൂടിയുള്ളതായ നിലവിളി ഉയർന്നുകൊണ്ടിരുന്നതായ സമയം ദൈവം അത് കുറിച്ചിട്ടു. വർഷം എത്ര കഴിഞ്ഞു? വർഷം 80 കഴിഞ്ഞു. ഗോശൻ ദേശത്ത് മാത്രം ഉയർന്നതായ നിലവിളിക്ക് പകരമായി മിസ്രൈമ്യ സാമ്രാജ്യം മുഴുവനും, രാജകൊട്ടാരം ഉൾപ്പെടെ ദുഃഖത്തിന്റെ ആർത്തനാദം ഉയരുവാൻ പോകുന്നു എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായവിധി എത്ര ഭയാനകമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവത്തിന്റെ ന്യായവിധിയുടെ അളവൊരിക്കലും നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവ് ലഭിച്ചതായ നമ്മൾക്ക് എത്രത്തോളം അധികം കർത്താവിനെ സ്തുതിച്ചാൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമാക്കുന്നത് നമുക്ക് 9-ാമത്തെ വാക്യം വായിക്കുമ്പോഴറിയാം. യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ വരികേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് അരുളി ചെയ്തു. മോശയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോന് മുമ്പാകെ ചെയ്തുവെങ്കിലും യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല. അപ്പോ ദൈവത്തിന്റെ പദ്ധതി തന്റെ ജനത്തിന്റെ ശത്രുവായിരുന്നതായ ഫറവോന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടേണ്ടതിന് ദൈവം ചെയ്തത് ഫറവോന്റെ ഹൃദയം കഠിനമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ദൈവജനത്തെ വെടിവെപ്പാൻ ആഗ്രഹിച്ചതായ യഹോവ ദൈവജനത്തിന് ഒരു തത്വം അരുളി ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. 11-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ആരംഭവും അതിന്റെ പ്രായോഗികതയും നമുക്ക് 12-ാം അധ്യായത്തിൽ ദർശിപ്പാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോ ദൈവം അയക്കുവാനിരിക്കുന്നതായ ആ ഭയാനകമായ അല്ലെങ്കിൽ ദുഃഖപൂർണമായ മിസ്രയീമിന്മേലുള്ളതായ ആ ന്യായവിധിയിൽ നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് നേരത്തെ തന്നെ യഹോവയായ ദൈവം രക്ഷ കൽപ്പിച്ചിരിക്കുകയാണ്. ആ രക്ഷ എന്താണ്? ആ രക്ഷണ്യ പദ്ധതി അല്ലെങ്കിൽ മിസ്രയീമിന്റെ മേലുള്ളതായ വീണ്ടെടുപ്പിന്റെ പദ്ധതി, മിസ്രയീമിൽ താമസിച്ചിരുന്നതായ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ളതായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നമുക്ക് 12-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ്. യഹോവയായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രാരംഭ ഘട്ടം അല്ലെങ്കിൽ ആദ്യ സ്റ്റെപ്പ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ 12-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. 12-ാം അധ്യായം വളരെ വിശദമായി പഠിക്കേണ്ടതായ കാര്യം. യഹോവയായ ദൈവം ഇസ്രായേലിന് വേണ്ടി കൊടുക്കുന്നതായ ഉത്സവങ്ങളെ കുറിച്ച് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ ചിന്തിപ്പാനായിട്ട് കഴിയും. 7 ഉത്സവങ്ങളാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യഹോവയായ ദൈവം കൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ 7 ഉത്സവങ്ങൾ യഹോവയായ ദൈവം കൊടുക്കുവാൻ ചില കാരണങ്ങളുണ്ട്. 5 കാരണങ്ങളാണ് ഉത്സവങ്ങൾ ആചരിക്കുവാനായിട്ട് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നു. 5 കാരണങ്ങൾ. 1-ാമത്തെ കാരണം എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്നതായ ഉത്സവത്തിന്റെ ഉദ്ദേശം റെസ്റ്റ് ആൻഡ് റിഫ്രഷ്മെന്റ് ആണ്. വിശ്രമത്തിനും ആശ്വാസത്തിനുമായിട്ടാണ് ഉത്സവം കൊടുക്കുന്നത്. ഈ ലോകത്തിന്റെ മുമ്പിൽ ഉത്സവം വരുമ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്കറിയാം.
ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നതായ ഉത്സവത്തിന്റെ പ്രത്യേകത എന്താണ്? വിശ്രമത്തിനും ആശ്വാസത്തിനുമാണ്. രണ്ടാമത്തെ കാരണം, ടു പ്രൊമോട്ട് ബെറ്റർ സോഷ്യൽ ലൈഫ് ആൻഡ് കമ്മ്യൂണിറ്റി യൂണിറ്റി, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ദി കമ്മ്യൂണിറ്റി. ആ സാമൂഹ്യ ജീവിതത്തിന്റെ ഉന്നതമായ നിലവാരവും അതുപോലെ സമൂഹത്തിന്റെ ഐക്യതയും കൈവരേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഉത്സവങ്ങൾ കൊടുത്തതിന്റെ ഉദ്ദേശം. അപ്പൊ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ദൈവജനം എവിടൊക്കെ ദൈവത്തിൽ സന്തോഷിക്കുന്നുവോ, ഉത്സവം എന്തിനു വേണ്ടിയാണ്? യഹോവയുടെ ഉത്സവങ്ങൾ എന്നാണ് ഉത്സവങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായ പേര്. അത് ഇസ്രായേൽ മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഉത്സവത്തിന്റെ പേര് ദ ഫെസ്റ്റിവൽ ഓഫ് യഹോവ എന്നാണ്. അപ്പോ യഹോവയുടെ ഉത്സവങ്ങൾ ആയിട്ട് നമ്മൾ ജനം കൊണ്ടാടുമ്പോ മനസ്സിലാക്കേണ്ടതായ കാര്യം, അവിടെ ജനത്തിന്റെ ഐക്യതയാണ് വിഷയം. പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ ഉത്സവമുണ്ട്. അത് ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കുന്ന ആരാധനയാണ്. നാം സഭായോഗത്തിന് കൂടി വരുമ്പോ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോ, ഇടമീറ്റിങ്ങൾക്ക് കൂടി വരുമ്പോ, കൺവെൻഷന് കൂടി വരുമ്പോ, ഏതൊരു ഫെലോഷിപ്പ് ആയാലും ഏതൊരു കൂട്ടായ്മയായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പാട്ടുപാടി സന്തോഷിക്കുക എന്നുള്ളത്. നിങ്ങളിൽ സന്തോഷമുള്ളവൻ പാട്ടുപാടട്ടെ, കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പാട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദൈവസന്നിധിയിലെ സന്തോഷമാണ് വിഷയം. അപ്പോ ദൈവസന്നിധിയിൽ സന്തോഷിക്കുക, ദൈവസന്നിധാനത്തിൽ ആഘോഷിക്കുക എന്ന് പറയുമ്പോ ദൈവം അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നതായ ഒരു വലിയ കാര്യമുണ്ട്. യൂണിറ്റി ഓഫ് ദ പീപ്പിൾ, ദൈവജനത്തിന്റെ ഐക്യത. അപ്പോ ഐക്യതയില്ലാതെ ഭിന്നത ഉണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, ഈർഷ്യയുണ്ടെങ്കിൽ, തമ്മിൽ വിരോധമുണ്ടെങ്കിൽ ദൈവസന്നിധാനത്തിലെ ആഘോഷം ദൈവം അക്സെപ്റ്റ് ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ ദൈവജനത്തിന്റെ ആരാധന, ദൈവജനത്തിന്റെ പാട്ട്, ദൈവജനത്തിന്റെ അന്യഭാഷ ദൈവം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കണം. ആ സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ ഐക്യത കൂടിയേ കഴിയുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ വിഷയം, ഫോർ ദ ജോയ് ആൻഡ് ഹാപ്പിനെസ്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. ബുക്ക് ഓഫ് ഡിട്രോണമി ചാപ്റ്റർ 16 verses 14 and 15. എന്തിനു വേണ്ടിയാണ്? ഫോർ ദി ജോയ് ആൻഡ് ഹാപ്പിനെസ്. മൂന്നാമത്തെ വിഷയമാണ് ദ റീസൺ ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് യഹോവ. ദ തേർഡ് റീസൺ ഫോർ ദി ജോയ് ആൻഡ് ഹാപ്പിനെസ് ഓഫ് ദ പീപ്പിൾ. നാലാമത് ദ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഗിഫ്റ്റ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെലിബ്രേഷൻ. സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തുകൊണ്ട് അന്യോന്യം നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ദൈവം കൊടുത്തതായ ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം. അത് ഇസ്രായേൽ മക്കൾക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. നമ്മുടെയും ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെയും ആഘോഷങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് നിർബന്ധമല്ലെങ്കിൽ പോലും നമ്മളത് ചെയ്യാറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ദ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഗിഫ്റ്റ്സ് ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെലിബ്രേഷൻ. അത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 8 verses 10 and 12 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് to gather all the people at Jerusalem to worship God at the temple. ഉത്സവത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനത്തിന് 7 ഉത്സവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 7 ഉത്സവവും വർഷത്തിന്റെ 2 സമയങ്ങളിലായിട്ട് അവർ ആചരിക്കുമ്പോ യഹൂദ്യയിലും
ഗലീലയിലും ലോകത്ത് എവിടെയൊക്കെ യഹൂദന്മാരുണ്ടോ അവിടെ അവരെല്ലാവരും ആലയത്തിൽ, ജെറുസലേമിലുള്ളതായ ആലയത്തിൽ കൂടി വരണമെന്നുള്ളതാണ് അവരുടെ തത്വം, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്നതായ പ്രമാണം. അപ്പോ ടു ഗ്യാദർ ദ പീപ്പിൾ അറ്റ് ജെറുസലേം ടു വർഷിപ്പ് ഗോഡ് അറ്റ് ദ ടെമ്പിൾ, അതാണ് 5ാമത്തെ ഉദ്ദേശം. അപ്പൊ ഫെസ്റ്റിവലിനെ കുറിച്ച് യഹോവയായ ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ആ കൊടുത്തിരിക്കുന്നതായ 7 ഉത്സവങ്ങളിൽ 1ാമത്തെ ഉത്സവമാണ്, അതിന്റെ 1ാമത്തെ ഉത്സവത്തിന്റെ സ്ഥാപനവും ആ ഉത്സവത്തിന്റെ ഘടനയും അത് എങ്ങനെ ആചരിക്കണമെന്നും അത് ആചരിക്കുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം എന്ത് എന്നും പഠിപ്പിക്കുന്ന അധ്യായമാണ് 12ാമത്തെ അധ്യായം. ആ 12ാമത്തെ അധ്യായം അതുകൊണ്ട് തന്നെ ആ 1ാമത്തെ ഉത്സവമായ പെസഹ എന്ന് പറയുന്ന ഉത്സവവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് രണ്ടും തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവം ആക്കി വച്ചിരിക്കുന്നതായ ഉത്സവങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ തന്നിരിക്കുന്നതായ പ്രമാണമായതുകൊണ്ട് പെസഹയും കർത്താവിന്റെ ക്രൂശുമരണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് പഠിക്കുമ്പോൾ, പെസഹയുടെ വിശദ വിവരം പഠിക്കുമ്പോൾ മാത്രമേ ക്രൂശുമരണം എങ്ങനെ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പെസഹയെ കുറിച്ചുള്ളതായ പഠനം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ അല്പസമയം എടുത്ത് പെസഹയെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. വേദപുസ്തകത്തിൽ ഏത് വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ച് വേദപുസ്തക സംബന്ധമായി പഠിക്കേണ്ടതിന് 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ 4 കാര്യങ്ങൾ? ഒന്ന്, ആ വിഷയത്തിന്റെ ആരംഭം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ജെനിസിസ്, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ഉപദേശം, ദൈവികമായിരിക്കുന്ന ആത്മീയ വിഷയങ്ങൾ ഏതിനെ കുറിച്ചെങ്കിലും നമുക്ക് ആധികാരികമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്, വേദപുസ്തകത്തിൽ ആദ്യം എവിടെയാണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദ ജെനിസിസ് ഓഫ് ദ പെർട്ടിക്കുലർ സബ്ജക്ട്, അത് മനസ്സിലാക്കണം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ജെനിസിസ് ആണ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അതിന്റെ എറ്റിമോളജി എന്ന് പറയും. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വേദപുസ്തകം നൽകിയിരിക്കുന്നതായ അർത്ഥം എന്താണെന്നുള്ളതാണ് അതിന്റെ പഠനത്തിന്റെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആ വിഷയത്തിന്റെ മൊറാലിറ്റിയാണ്, എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ പ്രത്യേകത, ആ വിഷയത്തിന് ധാർമ്മികമായി എന്ത് പ്രത്യേകതയുണ്ടെന്നുള്ളതാണ്. നാലാമത് ആ വിഷയത്തിന്റെ ഡെസ്റ്റിനിയാണ്, അല്ലെങ്കിൽ ആ വിഷയം നമ്മളെ എങ്ങോട്ടേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, അതിന്റെ അൾട്ടിമേറ്റ് ഫലം എന്താണെന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഒരു വിഷയത്തിന്റെ പഠനം പൂർത്തീകരിക്കുന്നത്. എവിടുന്നെങ്കിലും ഒരു വിഷയമെടുത്ത് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് ആധികാരികത വരുന്നില്ല. വേദപുസ്തകത്തിൽ ഏതൊരു വിഷയം എടുത്താലും ആ വിഷയത്തിന്റെ ആധികാരികത മനസ്സിലാക്കുന്നതിന് ഈ 4 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പെസഹയെ സംബന്ധിച്ച് ഈ 4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പെസഹ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തൽക്കാലം ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധാനത്തിൽ കർത്താവിന്റെ വചനം ചിന്തിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പ്രയോജനകരമായി തീരുമാറാകട്ടെ.